നീ വന്നോ? സുഖാണോ? കുഴപ്പമില്ല ബ്രോ. നമ്മുടെ മനസ്സിലുള്ളത് എങ്ങനെയാ പുറത്തു പറയാ? അതും ശരിയാ, ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. ശരി, കല്യാണമൊക്കെ ആയല്ലോ, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? എന്ത് പറയാനാടാ, അങ്ങനെയൊക്കെ പോകുന്നു. സെപ്പറേറ്റ് ആയെന്നേ. അയ്യോ സോറി ബ്രോ, എന്താ പറ്റിയത്? വേറെന്താ, സവാളയുടെ വില കൂടിയെന്നും പറഞ്ഞ് ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്നെ പോലെ ഒരുത്തിനെ കെട്ടിയിട്ട് പിന്നെ എന്തുണ്ടാവാനാടാ. നല്ല ഭാഗ്യമുള്ളവളാ, സെപ്പറേറ്റ് ആയി. ശരി, അത് വിട്ടേക്ക് വിട്ടേക്ക്, പോ. അതല്ലേ ചെയ്തത്. എണീക്കടാ. ഒരു 5 മിനിറ്റ് അളിയാ. എടാ, നീ മെത്തേ കെട്ടിപ്പിടിച്ച് കിടന്നത് മതി. പാർസൽ കൊടുത്തില്ലെങ്കിൽ പൈസ വരില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ജീവിതമാണ് നമ്മുടേത്. എണീക്ക്. കഷ്ടപ്പാട് എനിക്കും സുഖം നിനക്കും അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല കേട്ടോ. www.bumchick.com. യെസ്, അവൻ പുറത്തേക്ക് പോട്ടെ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഡാ, നീ ടിഫിന് വാങ്ങിയതിന് ശേഷേ എന്നെ ഒന്ന് എണീപ്പിക്കണേ, ഇല്ലെങ്കിൽ മറ്റവൻ വന്ന് ഫുള്ള് എടുത്ത് കഴിക്കും. നല്ല സുഖമുള്ള ജീവിതമാണല്ലോടാ. ചിലരുടെ ജീവിതം അങ്ങനെയാടാ, ദൈവം അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ്. നിന്റെ നേരം നല്ല നേരം. സണ്ണി ലിയോൺ, എന്നെ എണീപ്പിച്ചത് നീയാണോ? അപ്പോഴേക്ക് ഉച്ചയായോ? രാത്രി ഷെഡ് ഇടുന്നത് ശീലമാക്കണം, ഉറുമ്പൊക്കെ കടിക്കുന്നു. ലൈറ്റർ. എവിടെയാണുള്ളത്? നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ആളുകളുടെ കൂടെയാടാ. 1 മണിക്കൂറിനകത്ത് വരാം. പെട്ടെന്ന് വാ. ഓക്കെ ഓക്കെ. എടാ, ഇപ്പൊ അടുത്തല്ലേ കല്യാണം കഴിഞ്ഞേ? കറക്റ്റ് 1 മാസം. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചോ? ഇടത്തേണ്ടി നിനക്കാൻ എത്ര ബിരിയാണി വാങ്ങി തന്നിട്ടുണ്ട്. 2 ഇഡ്ഡലിക്ക് വേണ്ടിട്ട് അവൻ. ഇഡ്ഡലി മാത്രമല്ലല്ലോ, ഇതിനു മുമ്പ് ഞാൻ കണ്ടപ്പോ ദോശ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇഡ്ഡലി പറ്റിയല്ലേ, ഇതിൽ ഇഡ്ഡലി ഉണ്ട്. എടാ ദാരിദ്ര്യവാസി, നീ നന്നാവില്ലേ? എടാ മര്യാദക്ക് സംസാരിച്ചോ നീ. എടാ മഹാനായ ദാരിദ്ര്യവാസി, ഇപ്പൊ ഓക്കെ അല്ലേ? ഇത് കുറച്ച് ബെറ്റർ ആണെന്ന് വിചാരിക്കുന്നത്. രാജു വിചാരിക്കുന്നത് നിന്റെ ഫോട്ടോ പുറത്തു വെക്കണമെന്നാ, നിന്നെ അകത്ത് വിടാതിരിക്കാൻ വേണ്ടി. എന്റെ ഫോട്ടോ എങ്ങാനും വീടിന്റെ മുന്നിൽ വെച്ചാ അവിടെ ലക്ഷ്മി ദേവി വന്ന് പൂണ്ട് വിളയാടും. ലക്ഷ്മി ദേവിയോ? ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഡോറ് തുറക്കല്ലേ, പോയി തുറക്കണ.
സാർ കൊറിയർ സാർ. പാർസൽ ആർക്കാ? നീ എന്താ തമാശ പറയണോ? അത് നിനക്ക് മാത്രമല്ല രാജുവിനായിരിക്കും. അത് നീ വാങ്ങി വെക്കി. അതേട്ടാ രാജുവേട്ടനാ വന്നിരിക്കുന്നത്. ദേ നോക്ക്, പൈസ വേണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കണ്ട, എടുത്തോണ്ട് പോ. സാർ 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 പണമൊന്നും ആവശ്യമില്ല, ഓൾറെഡി പെയ്ഡ് ആണ്. ഞങ്ങൾക്കറിയാം. കുറച്ച് വെള്ളം തരൂ കുടിക്കാൻ. ഞങ്ങളുടെ റൂമിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല മോനെ, വെറും ബീർ മാത്രം. അതും ആ പണ്ടാരടുത്ത് കുടിക്കും. എടാ അവൻ നിന്നോട് ചോദിച്ചോന്ന് പറ. നീ അകത്തേക്ക് പോവനെ, ഇങ്ങോട്ട് വാ. നിനക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വാ. കുഴപ്പമില്ല ഏട്ടാ, വെള്ളമൊന്നും വേണ്ട. ഏയ് എവിടെ പോവാ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. എടാ ഇങ്ങോട്ട് വാടാ, നിനക്ക് ഞാൻ കഥ പറഞ്ഞുതരാന്നേ. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാടാ. ഇവിടെ ഇരിക്കും. ഇവരെന്തിനാ വാതിലടയ്ക്കുന്നേ? ഡേയ്, എന്റെ കഥ എങ്ങാനും പറഞ്ഞ കൊന്നുകളയും. നിന്നെ പറ്റി ആരാടാ പറയുന്നത്? ഞാൻ രാജുവിനെ പറ്റി പറയാൻ പോകുന്നത്. ഇല്ല ഇല്ല ഇല്ല, ഇനി മുതൽ ഞാൻ വെള്ളം ചോദിക്കില്ല ഏട്ടാ. എടാ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിന്റെ റൂം പോലെ കരുതിയാൽ മതി. റിലാക്സ് ആയിരിക്കും. ഞങ്ങളുടെ രാജു കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവന്റെ ജോലി എന്താന്ന് വെച്ചാൽ നിന്നെ പോലെ ഡെലിവറി ബോയ് ആയിരുന്നു. നീ കൊടുത്ത പോലെ കൊടുത്തോണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 3-4 മാസം ഹാപ്പി ആയിരുന്നു അവൻ. പക്ഷേ ഒരു ദിവസം രാജുവിന്റെ ഭാര്യയാ നീ ഇതുപോലെ നൈറ്റ് ഡെലിവറി ചെയ്യുന്ന പുറത്തു പോകുന്നൊക്കെ അവൾക്ക് ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, നീ ജോലി രാജിവെച്ചോ, എന്റെ സാലറി വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞു. സമ്പാദിക്കാൻ സാധിക്കാത്ത ആളെ ആണുങ്ങളൊന്നും പറയാൻ പറ്റില്ലെന്നാണോ? എടാ അങ്ങനെയുള്ള ആണുങ്ങളുണ്ട്, നമ്മൾ ഒബ്സർവ് ചെയ്തതിന്റെ കുറവാണ്. അപ്പൊ രാജുവേട്ടൻ എന്താ ചെയ്തത്? അവനെന്തായാലും ആൺകുട്ടിയല്ലേ, അവൻ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. നിന്റെ സമ്പാദ്യത്തിൽ ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ ഇങ്ങോട്ട് വന്നെന്ന് കരുതി എന്റെ കാര്യങ്ങളൊന്നും നടത്താതിരിക്കാൻ പറ്റില്ല. നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി. എന്നെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിന്നോ, അല്ലെങ്കിൽ പൊയ്ക്കോന്ന് പറഞ്ഞു. ഇത്രയും ചെറിയ കാര്യത്തിന് ആരെങ്കിലും പിരിയോ ചേട്ടാ? എടാ പ്രശ്നമല്ല, ക്ലാരിറ്റി വന്നേ. അവളുടെ കൂടെ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെന്നേ. അവൻ അങ്ങനെ മനസ്സിലാക്കി അവളെ വിട്ടുകളഞ്ഞു. എപ്പോഴും ഫോണൊക്കെ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലടാ? ഇവൻ സംസാരിക്കില്ല. അപ്പൊ ഒരു ദിവസം അവര് ചേരാൻ സാധ്യതയുണ്ടല്ലേ? ഇവനുള്ളവരിക്കും നടക്കില്ല. എന്താടാ? അല്ലടാ നീ നല്ലവനാന്ന് പറഞ്ഞതാ. അപ്പൊ ഈ സാറിന്റെ കഥ എന്താ സാറേ? അയ്യ, ഈ ദരിദ്രന്റെ കഥയൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക്? പറഞ്ഞു തരാം, അതും ഞാൻ പറഞ്ഞു തരാം. അതിനേക്കാളും വളരെ മോശമാ. ഓക്കെ, എന്റെ മാമൻ അവന്റെ ഭാര്യയെ നന്നായി പേടിപ്പിക്കുന്നുണ്ടെന്ന് പറയുമായിരുന്നു. അവന്റെ ഭാര്യ വന്നു, അവന്റെ ഭാര്യയുടെ കൂടെ ഒരു പെണ്ണും കൂടെ വന്നു. ലൈറ്റ് ഓൺ ആവാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ ലൈറ്റ് ഓൺ ആയില്ല. കുറച്ച് മുന്നിലോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പൊ ഉള്ളിൽ നിന്ന് ഭയങ്കര ശബ്ദത്തോടെ ഈ നാറി ചെറിയ സൈസ് കരടിയെ പോലെ മുന്നിലോട്ട് വന്നു. അവന്റെ പെണ്ണ് ഭയന്നു പോയി. അപ്പുറത്തിരുന്ന പെണ്ണ് ബോധം കെട്ട് വീണു. കൂടെ വന്നത് വേറെ ആരുമല്ല, ഇവന്റെ ഭാര്യയുടെ ബോസായിരുന്നു. ഇവന്റെ ഭാര്യയുടെ ബോസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവന്റെ ഡൈവോഴ്സ് പേപ്പർ ജഡ്ജിക്ക് കൊടുത്തു. അതോടുകൂടി കഥ ക്ലോസ്. അയ്യോ, നിങ്ങളന്ന് മേക്കപ്പ് ഇടായിരുന്നോ തെറ്റായി പോയത്? ഡേയ്, വാ അടച്ചിട്ട് പോവാ നോക്ക്. സാർ കുറച്ച് വാട്ടർ സാർ. അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിക്കടാ. പോവാ നോക്ക്. എനിക്ക് രാജു, ഞാനൊരു സന്തോഷമുള്ള കാര്യം പറയട്ടെ. പറയുന്നേ. ഞാൻ പ്രഗ്നന്റാ. ഓ സത്യമായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ വേഗം വീട്ടിലേക്ക് വരാം. രാജു, നീ വീട്ടിലേക്ക് വരും മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയുന്നേ. നീ എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിത്തരാമല്ലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഹാപ്പി ന്യൂസ്. എന്താണേലും പറയുന്നേ. എനിക്ക് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇനിഷ്യല് എന്റെ പേര് തന്നെ വെക്കണം. ശരി, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ഇനിഷ്യല് നമ്മുടെ കുട്ടിക്ക് വേണ്ട. എന്താ ശരി? ഇനിഷ്യല് നിന്റെ വേണ്ട, എന്റെ ഇനിഷ്യല് വെച്ചാ മതി. താങ്ക് യു ശരി. നീ സമ്മതിച്ചല്ലോ? നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും വാക്ക് കേട്ടിട്ട് നിന്റെ മനസ്സാകെ മാറിപ്പോയിരിക്കുന്നു ശരി. ആ ഇറുകിയ മനസ്സിലാണെങ്കിലേ എൻ്റെ ഇനിഷ്യലൊന്നും പോരാ. പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാവാനാ? നീ ഹാപ്പി ആയിട്ടിരിക്കുന്നേ. ഇനി ജീവിതത്തിൽ നിന്റെ മുമ്പിലേക്ക് വരില്ല. രാജു, ഇത് സൊല്യൂഷൻ അല്ല. സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നമല്ലേ നീ എനിക്ക് തന്നത് ശരി. രാജു, അതൊക്കെ നിന്റെ ഇഷ്ടം. കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷമാണെങ്കിലേ അച്ഛൻ്റെ ഇനീഷ്യൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വിട്ടുകളഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ലവ് യു ശരി. ബൈ. ഹേ ശ്രീ, കോൾ ജുബിൻ. നമസ്കാരം സാർ. എനിക്കറിയായിരുന്നു താങ്കൾ എന്നെ വിളിക്കുമെന്ന്. അപ്പോ ഒരു വലിയ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നിന്നെപ്പോലുള്ള ആൾക്കാരുടെ സർവീസ് വളരെ അത്യാവശ്യമല്ലേ? ഇടയ്ക്കുള്ള മീഡിയേറ്റേഴ്സ് അല്ല സാറേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ല സാർ? സബ്ജക്റ്റ് അറിയുന്നവന് വാള് വായിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കയ്യിൽ കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ആരുടെ കാര്യം നോക്കേണ്ടത്? കൈലാഷ്, മനോഹർ. ഓ, കണക്റ്റിംഗ് മീഡിയ ആണോ? എനിക്കൊരു കണക്ഷനും തോന്നാത്ത വിധം ചെയ്തു തരണം. അവനിപ്പോൾ ഇത്തിരി കൂടുതലായിട്ടുണ്ട്. ഓക്കെ സാർ, വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ താങ്കളെ വിളിക്കാം. ഓൺലി വാട്സപ്പ്.
ഒട്ടും ദയ കാണിക്കണ്ട, നന്നായിട്ട് ചെയ്യണം. റുബീന, നിക്കണടാ. അവിടെ നിക്കാൻ. വിടടാ. വിടരുത്. പിടിക്ക്. ആരാടാ നിങ്ങളൊക്കെ? ഏയ്. ഏയ്, എന്താടാ ഇവിടെ കാണിച്ചു കൊടുത്തേ? ദാ ദാ. ഹലോ, കൺട്രോൾ റൂം, മെയിൻ കൺട്രോൾ രമേശ് പ്രസാദ്. ഹലോ, നിക്കടാ, നിക്കടാ, നിക്കന്നെ പറഞ്ഞു. ഹലോ, ഹലോ. ജുബിൻ, നിങ്ങൾ എനിക്ക് തന്ന ജോലി ഞാൻ തീർത്തിട്ടുണ്ട്. വെരി ഗുഡ്. എന്നാൽ അവരോടൊപ്പം വേറൊരുത്തനും കൂടി തീർക്കേണ്ടി വന്നു. എന്തിന്? കാക്കിയുടുപ്പിട്ട് ഡ്യൂട്ടി ചെയ്യാമെന്ന് വിചാരിച്ചതാ. അതുകൊണ്ട് കമ്പനിക്ക് വേണ്ടി അവനെയും കൂടി ഒന്ന് അയച്ചു. ആ ശരി, നീ അവിടുന്ന് പുറപ്പെട്. നിങ്ങളോട് പേയ്മെന്റിനെ കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. നിന്നെ പറ്റിക്കണമെന്ന ചിന്ത എനിക്കുമില്ല. അത്രയും വന്നിട്ട് നിനക്ക് കാശ് തരും. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാർ. പറയൂ ജോർജ് ആഞ്ജനേയ. പണി കഴിഞ്ഞു. സ്പീഡാണല്ലോ. ഇതുപോലെ സ്പീഡായില്ലെങ്കിൽ നീ എന്നെക്കാളും സ്പീഡുള്ളവനെ ജോലി ചെയ്യാൻ ഏൽപ്പിക്കുമെന്ന് എനിക്കറിയാം. ഒരുപടി മുന്നിലാണല്ലോ. അങ്ങനെ തന്നെ വെച്ചോ സാറേ. എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാണ് സാറേ. നമുക്കിനി 3 ദിവസത്തെ സമയമുള്ളൂ. 200 വന്നാൽ മൊത്തം 1000 കിട്ടും. എനിക്കും നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട്. കാണേണ്ട സമയം വരുമ്പോൾ നമ്മൾ കണ്ടിരിക്കും. ജോർജ് ആഞ്ജനേയ, ബൈ. ബൈ സാർ. ഞാൻ വിചാരിച്ചതുപോലെ എല്ലാം സംഭവിക്കുകയാണെങ്കിൽ 1000-ൽ നിന്ന് 100 എനിക്ക് കിട്ടും. നീ ചേച്ചിയുടെ അടുത്ത് പൈസ ചോദിച്ചോ? ഇല്ല. എന്തേ? ഒന്നുമില്ല, ഗൂഗിളിൽ ഒരു 10,000 കയറിയിട്ടുണ്ടതാ. അതാണോ? എന്റെ കയ്യിലില്ലാന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് പൈസ അയക്കുന്നുണ്ട്. ആ ലക്ഷ്മിയാ. നിന്റെ ചുറ്റുമുള്ളവരൊക്കെ വളരെ നല്ല ആൾക്കാരാണല്ലോ, നീ ഒഴിച്ച്. എന്താ നിന്നെ ആശ്രയിച്ചാ ജീവിക്കുന്നതെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണോ? ഈ കഥ നീ 2-3 കൊല്ലം മുമ്പ് പറയാൻ തുടങ്ങിയല്ലേ? ഇപ്പോഴും ഇതേ കഥ തന്നെയാണോ? നീ മാറത്തില്ലല്ലോടാ. രാജു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറ, വായിലിട്ട് വിഴുങ്ങല്ലേ.
നിന്റെ ഭാര്യയുടെ അടുത്ത് നീ ആദ്യം സംസാരിച്ചു നോക്കടാ. എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ എന്തായാലും കിട്ടും. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടുന്ന് പോവാം. അതല്ലാതെ പ്രശ്നം സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് വായിൽ വന്നത് പറഞ്ഞ് തൊലക്കല്ലേ. എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം എന്ന് എന്താ നടക്കുന്ന അറിയാലോ. ലോകം മൊത്തം തകർക്കും ഞാൻ. ഞാൻ നടന്നാലേ മുടി കൊഴിയെന്ന് ഡോക്ടർ പണ്ട് പറഞ്ഞതാ. ഈ തവണ നീ പോയിട്ടെടുക്ക്. എവിടെ മുട്ടണമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. സാർ, നിങ്ങൾക്ക് തന്ന കൊറിയർ ഞാൻ അഡ്രസ്സ് തെറ്റിയാ തന്നത്. കൊറിയറാ? നമുക്ക് തന്നെ ദാ അവിടെ ഇരിക്കുന്നു, എടുത്തു കൊടുക്ക്. നമുക്ക് കൊറിയർ ഏതാ വരാനുള്ളത്? ഇതായിരിക്കും. സാർ, നിങ്ങൾ വളരെ നല്ലവനാ കേട്ടോ. ഉം. നിങ്ങളും ഭാര്യയും വീണ്ടും ഒന്നിക്കണമെന്ന് ഞാൻ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാം സാർ. ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ പോലും ഒന്നും ചോദിക്കാറില്ല. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ പോവാൻ നോക്കി. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് സാർ. നീ ഇവന്മാരോടൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ? അവൻ പറഞ്ഞില്ലെങ്കിലല്ലേ നീ അത്ഭുതപ്പെടേണ്ടുള്ളൂ. പറഞ്ഞതിന് എന്തിനാ അത്ഭുതപ്പെടുന്നത്? അവന് 2 പേര് ലൂസായ ബസാറിലെ ബാഡ് ബോയ്. ഈ കൊറിയർ വന്ന കാര്യം നീ എന്താ എന്നോട് പറയാഞ്ഞത്? അവൻ പിന്നെയും വന്ന് ഇത് വാങ്ങിട്ട് പോകുന്നു വിചാരിച്ചിട്ടാ ഞാൻ പറയാതിരുന്നേ. കള്ളപ്പന്നി. സാർ, റൂമിൽ രാജുണ്ട് സാർ. എനിക്ക് നിന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന് റെക്കോർഡ്, പിന്നെ ഒന്ന് പാഴ്സൽ. സാറിന് വേണ്ട ഞാനെല്ലാം കൊണ്ടുതരാം സാർ. രാജു, ഞാൻ നിനക്കൊരു വരം തന്നാലോന്ന് വിചാരിക്ക. എന്താണോ? ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ കാല് വീണ് തൊഴുകൊന്നും ചെയ്യരുത്, മനസ്സിലായോ? നീ അതിന് കാര്യം എന്താന്ന് പറടാ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം നിന്റെ കാലെ വീഴണോ വേണ്ടോന്നൊക്കെ. വെരി റൂഡ് ബോയ്. ശരി, പറ. ഈ പ്രശ്നമുള്ള ജീവിതത്തിൽ നിന്ന് ജോളിയായി ദൂരെ അങ്ങനെ എന്നെ പിക്നിക്കിന് നീ കൊണ്ടുപോകണം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. എങ്ങോട്ടാടാ പോകുന്നേ? ഇവൻ എന്ത് ചെയ്യാനാ പോകുന്നേ? ഇത് വെച്ച് ബ്രഷ് ചെയ്തോ. പരനാറി, എപ്പോ നോക്കിയാലും പൈസ കൂട്ടി വെക്കാനേ പറ്റുള്ളൂ. എന്റെ ചെറിയൊരു ആഗ്രഹം പോലും നിനക്ക് സാധിച്ചു തരാൻ പറ്റില്ലല്ലേ? സമാധാനിക്കടാ, കുറച്ചു ദിവസം വെയിറ്റ് ചെയ്യേ. എന്റെ ആഗ്രഹം മൊത്തം നശിച്ചടാ രാജു. നിന്റെ കൂടെ നിന്നിട്ട് എന്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരുന്നില്ലല്ലോ. പുറത്തുള്ള ആരെങ്കിലും കേട്ടാലേ തെറ്റിദ്ധരിക്കൂടാ. പോടാ. അയ്യോ, നിങ്ങൾക്ക് 2 പേർക്ക് അറിയാത്തൊരു കാര്യം പറയട്ടെ. എന്താടാ? നിങ്ങൾ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരെന്നാ പുറത്തു പറയുന്നത്. നല്ല തല്ല് കിട്ടാത്തതിന്റെ. എത്ര പേരടിക്കും? ഡേയ്, പറഞ്ഞോണ്ടിരിക്കും. അതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? പറ. അയ്യോ, നിങ്ങളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ എന്നെ അങ്ങനെ പറയുമെന്ന് എന്റെ പേടി. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളുടെ റൂമിലേക്ക് വരണ്ട, കഴിഞ്ഞില്ലേ? ഇനി മുതൽ നിന്റെ സർവീസ് ഞങ്ങൾക്ക് ആവശ്യമില്ല, പോയിട്ട് വാ. അല്ലല്ല, അത് കുഴപ്പമൊന്നുമില്ല. നാട്ടുകാർ അങ്ങനെ പലതും പറയും, നമ്മളത് കേൾക്കാൻ പാടില്ല. നീ ഇപ്പൊ എന്തോ പറഞ്ഞല്ലോടാ. നിങ്ങൾ 2 പേരും ഒന്നായിട്ട് ഇരിക്കുന്നില്ലേ, അതാ ഷോക്കായി പോയത്. അതല്ലാതെ വേറെ ഒന്നുമില്ല. Don't talk what others talk. If you talk others talk, then walk without talk. I am not the talk. I am the truth. എടാ ബാബു, ഇതും അതായിട്ട് എന്താ ബന്ധം? എന്താടാ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം? പറഞ്ഞു കൊടുക്കുന്നേ, പറ. നിന്റെ അർജന്റ് മാറ്റർ എനിക്ക് മനസ്സിലായി. പണ്ട് ഞാൻ 10th പാസ്സായ കാലത്ത്, അതും സമ്മർ ഹോളിഡേയ്സില് ക്രിക്കറ്റ് കളിക്കുന്ന നാളുകളില്, ക്രിക്കറ്റ് അല്ലാതെ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എപ്പോ നോക്കിയാലും ബാറ്റ് കൈപിടിച്ച് ചുറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സന്തോഷത്തോടെ എന്റെ ലോകത്ത് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമാവാസിയില് രാത്രിയിലൊക്കെ കറങ്ങാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയപ്പെടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴൊക്കെ
ദിവസവും ഓരോ ഹൊറർ പടത്തിന്റെ CD കൊണ്ടുവന്ന് കണ്ടു പേടിച്ചോണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം റീറാന എന്നൊരു ഹൊറർ പടത്തിന്റെ CD കൊണ്ടുവന്നു. സ്റ്റാർട്ടിങ്ങില് ഒരു കാട്ടില് ഒരു പ്രേതം ഉണ്ടായിരുന്നു. അതേ കാട്ടിലേക്ക് ഒരു ഹീറോ വരും. അപ്പൊ ആ പ്രേതം എന്ത് ചെയ്തു? ആ ഹീറോയെ പകുതി തകർന്ന ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി ഞാൻ അപ്പൊ തന്നെ തലേണ കെട്ടിപ്പിടിച്ചു, പേടിച്ചിട്ടേ. അപ്പോ ആ ഹീറോയെ ആ പ്രേതം ബംഗ്ലാവിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് സ്വന്തം തുണിയൊക്കെ അഴിച്ചിട്ട് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അവരോടുള്ള കാമദാഹം തീരാനാവാതെ ഹീറോ ഞാനും വരാം, രണ്ടുപേർക്കും കൂടി കുളിക്കാന്ന് പറഞ്ഞു. ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. ഒരു തുണിയില്ലാതെ രണ്ടുപേരും കുളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ഭയമൊക്കെ പോയി കാമവറി ഇങ്ങനെ തിളച്ചു വരിക. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്നറിയോ? അടുത്ത റൂമിൽ പോയിട്ട് വാതിലടച്ചു. പ്രേതം എന്റെ ഗേൾ ഫ്രണ്ടായി മാറി. സുഖം അനുഭവിക്കുന്നവർ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം പ്രേതത്തിന്റെ കൂടെ കണ്ടസ്റ്റാ. അതൊക്കെ അപ്പോ. പക്ഷെ ഇപ്പോ രാജു കട്ടിലിനോടും ഞാൻ ചുമരിനോടും അടിച്ചുകൊണ്ടേയിരിക്കും. എന്ത് തലയടാ. അങ്ങനെ പറഞ്ഞ ഈ കണക്ക് വെച്ച് നോക്കുമ്പോ നിങ്ങൾ ഇത്ര നാളും സുഖം മിസ്സാക്കിന്ന് പറഞ്ഞാൽ മതിയല്ലോ. സുഖം മാത്രല്ലടാ, എന്റെ ആഗ്രഹങ്ങളൊക്കെ നശിച്ചു പോകുന്നുള്ള ഡൗട്ട് വരെ ഉണ്ടായിപ്പോ. അതുകൊണ്ട് ആഗ്രഹങ്ങൾ കട്ടിലിന്റെ പ്രയത്നോടെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരം നിങ്ങൾ രണ്ടുപേരും സ്വർഗം കാണിച്ചു തരാം. ഓണറാ. എടാ ആണുങ്ങൾ വേണ്ട, വേറെ ലേഡീസിന് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ടെൻഷൻ അടിക്കാതെ. അയാൾ അറിഞ്ഞ പ്രശ്നമാക്കൂടാ. നീ ചുമ്മാ ഇരടാ, നീ ചെയ്യുന്നത് ചെയ്യടാ. നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടുപേരും വൈകുന്നേരം തയ്യാറായിരുന്നു. ഓക്കെ, അതുവരെ നിങ്ങൾ രണ്ടുപേരും ഇത് കയ്യിൽ വെച്ചോണ്ടിരുന്നു. എന്തത്? ഇതെന്തിനാ എനിക്ക് തന്നത്? നീ തന്നെ വെച്ചോ. ഇതെന്താടാ ഇത്? Hands up, everybody, hands up. Hey, hands up, everybody, hands up. ഇങ്ങനെ പോയാൽ നമ്മുടെ കച്ചവടമൊക്കെ നടന്നു തന്നെ. പെട്രോൾ വേണം സാർ. സാർ നീ എന്താ ടീഷർട്ട് ഇടാതെ ബ്രാ ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് ബനിയനാണ്, കുറച്ച് ടൈറ്റ് ആണെന്നേ ഉള്ളൂ. ഇവിടെ മെക്കാനിക് ഷോപ്പ് എവിടെ ഉണ്ട്? അറിയില്ല. അറിയില്ലാന്നോ? ഇവിടെ ഒന്നും ഇല്ലാന്നോ? അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല. Hands up, everybody, hands up. Hey. ചായക്ക് കാശ് തന്നിട്ട് പോ. എന്താ? ചായയുടെ പൈസ. അയ്യോ, പെട്രോൾ എന്റെ മുഖത്ത് ഒഴിക്കുന്ന തോന്നുന്നേ. അടുത്ത തവണ വരുമ്പോ കാശ് താ. Hands up, everybody, hands up. കുറച്ച് വായിക്കൂടി അടിച്ചു. ആവശ്യമില്ല. എന്തോ ഒരു ബാഡ് സ്മെല്ല് വരുന്നേ. എടാ അടക്കാൻ പറ്റുന്നില്ലല്ലേ? ഇവനാണോ വന്നത്? എല്ലാം റെഡിയാടാ. അകത്താരെ ബെഡ് കൊണ്ടുപോയിടുന്നത്? ഞാനിടാടാ. എനിക്കറിയാം നീ കിടക്ക വിരിക്കുന്നതാണെന്ന്. ആദ്യം നീ കൊണ്ടുപോയി ബെഡ് അകത്തിടും. എനിക്ക് എന്തിനാണ് അത്ര ധൃതി? ബെഡ് ഇടുന്നവരാണ് ഫസ്റ്റ് ചാൻസ്. ഇന്ന് എനിക്കാ ഫസ്റ്റ്. എല്ലാം റെഡി. എന്നാ നീ വെളി പോക്കോ. പോടാ. അയ്യോ, വേണ്ട. നമ്മുടെ റൂമിൽ ഇവൻ എന്തിനാ അധികാരം കാണിക്കുന്നേ? എല്ലാം റെഡിയാടാ. 5 മിനിറ്റിൽ കൊണ്ടുവരും. എപ്പോ വരും? 5 മിനിറ്റ്സ്. Hands up, everybody, hands up. നടക്കാൻ എനിക്ക് തീരെ വയ്യ. Everybody, hands up. Hands up, everybody, hands up. എന്തൊരു സൗണ്ട്? ഹലോ?
പെട്രോൾ വേണം കേട്ടോ. ഇവിടെ എന്താ ചെയ്യുന്നത്? ദേ അങ്ങോട്ട് നോക്കിയേ, എന്റെ വീട് ദേ ആ ഭാഗത്താ. വയറ് കുറച്ച് ഇളകിയിരിക്കായിരുന്നു, ഇറക്കി വിട്ടു. ഇത് കുടവയറല്ലേ? ഇവൻ എന്തിനാ? മൃഗങ്ങളൊക്കെ വരുന്നതല്ലേ? ഓ, നിന്റെ മുഖം കണ്ടതൊക്കെ പേടിച്ചു പോവല്ലേ? ഇവനെന്തിനാ എപ്പോഴും അടിച്ചോണ്ടിരിക്കുന്നത്? മണ്ടന്മാർ. അതുപോട്ടെ, നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? എന്റെ കാറ് കാണാനില്ല. താക്കോൽ എന്റെ കയ്യിലുണ്ട്. അതാ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. അവനെ വിടാൻ പാടില്ല. പിന്നെ നമുക്ക് അവനെ കൊണ്ടുപോയാലോ? വിളിച്ചാ അവൻ വരുവോ? ഈ കാട്ടിൽ നിന്ന് എങ്ങോട്ട് പോവാനാ? ഇവിടെ തന്നെ ചുറ്റുന്നുണ്ടാവും. നടക്ക് നടക്ക്. ഹലോ ഹലോ, ആ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരുന്നോ? നല്ല രസമായിരിക്കും. നിങ്ങളുടെ കൂടെ വരാൻ ഞാനാരാ? വാ ചേട്ടാ, നമുക്കൊന്ന് ചൂട് കാഞ്ഞിട്ട് വരാം. നിങ്ങളെ അന്വേഷിച്ചോണ്ടിരിക്കല്ലേ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ എന്നെ സഹായിക്കുന്നു? ആ, പക്ഷെ ഇന്ന് നിങ്ങൾ വേണം ഞങ്ങളെ തൃപ്തിപ്പെടുത്താൻ. ഞാൻ നിങ്ങളെങ്ങനെ തൃപ്തിപ്പെടുത്താനാ? വയറ് പറഞ്ഞല്ലോ. നിങ്ങളുടെ സങ്കേതം എവിടെ? ദേ ഈ അവിടെയാ? ഭാഗത്താ. ദേ ഈ ഭാഗത്ത്, അവിടെയാ? കാണുന്ന ഭാഗത്ത്. ഏയ് കമോൺ. നീ എന്താടാ ചെയ്യുന്നേ? എന്താടാ പേടിപ്പിക്കാണോ? ഈ നട്ടപ്പാതരക്ക് നല്ലൊരു ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് ഇൻസൈഡ് ചെയ്തിട്ട് തലയിൽ കുടുമയും വെച്ചിട്ട് നീ എങ്ങോട്ടാ പോന്നേ? എന്താടാ നോക്കി പഠിപ്പിക്കുന്നേ? സംസാരിക്കടാ. ചുണ്ടിലിടേണ്ട ലിപ്സ്റ്റിക്ക് നീ കണ്ണിലാണോ തേച്ച് വെച്ചിരിക്കുന്നത്? ചെമ്പോത്തിന്റെ കണ്ണുപോലെ ഉണ്ടല്ലോ. എന്താടാ ഈ കുടുംബൊക്കെ വെച്ചിട്ട്? എന്താടാ സംസാരിക്കടാ. എന്താടാ നോക്കി പഠിപ്പിക്കുന്നത്? ചേട്ടാ, ഞാൻ നോക്കി നിന്റെ കുടുംബി ഞാൻ അടിക്കാൻ പോകും. എന്താടാ ഈ കാട്ടിൽ നീ എന്താടാ ചെയ്യുന്നത്? ഈ കാട്ടിൽ എന്താ ചെയ്യുന്നതെന്ന്? ഇവനാരടാ? ആരൊക്കെടാ നീയൊക്കെ? ഡാ, ആഞ്ജനേയ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആഞ്ജനേയൻ ആരാ? നിങ്ങൾ രണ്ടുപേരും ഗേസാ? ഗേസാ? നിങ്ങൾ ആരടാ? ഇവന്മാരെങ്ങോട്ടാ അത്ര സ്പീഡില്? നിങ്ങൾ വാ, നമുക്ക് പോവാം. നിങ്ങളുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എവിടെ? ഏയ്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന്. പിന്നെന്തിനാ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്? എന്തിനാ അവന്റെ ഒക്കെ ആവശ്യം? ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ആവാൻ. ഇടുപ്പും നടപ്പൊക്കെ കണ്ടിട്ട് നാക്ക് വെളിയിലേക്ക് വരുന്നു. ബൈ ദ വേ, മൈ നെയിം ഈസ് ജോൺ. വെൽ സെറ്റിൽഡ്. ഇപ്പൊ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? വെരി ഇന്റലിജന്റ് ഫെല്ലോ. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ബിഫോർ ഫ്രഷ് എങ്ങനെയുണ്ടെങ്കിൽ ആഫ്റ്റർ ഫ്രഷ് എങ്ങനെയായിരിക്കും? ഫ്രഷായി കഴിഞ്ഞിട്ട് എന്ത് വരാനാടാ? 3-4 കൈ കൂടി മുളയ്ക്കോ? താൻ അകത്തേക്ക് വെക്കോ. താങ്ക് യു. മരതകം പെട്ടെന്ന്. എടാ, നീ വേസ്റ്റടാ. എന്റെ ക്ഷമയൊക്കെ നശിച്ചു പോയടാ. മരിക്കാൻ പോകുന്ന എന്റെ പേഷ്യൻസാ. എന്താ പറഞ്ഞേ? പിന്നെ ഞാൻ ആദ്യം പോയി പെർഫോമൻസ് കണ്ടിട്ടേ മൈലേജ് ചെക്ക് ചെയ്തിട്ട് പിന്നെ വരാം. അല്ലാതെ നിനക്ക് മനുഷ്യന്മാരെ ഇഷ്ടമല്ലല്ലോ. 5 മിനിറ്റ്. പിന്നെ കുറച്ച് സമയമാവും. പുറത്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കിക്കോണേ. റൂം നമ്മൾ തന്നെ. ഫിഗർ അവന്റെ. എത്ര നേരമായി? ഓ, നീ ഇനി റെഡിയായില്ലേ? കുഴപ്പമില്ല. നീ എനിക്കിനാവോ, ഞാൻ എനിക്കിനാവോ. എന്താ? ഓ, ഏയ്, ഒരു മിനിറ്റ്. സാരല്ല. എന്താ സ്മെല്ല് വരുന്നല്ലോ? ആ, ഇപ്പൊ വരുന്നു.
ശ്വാസം വരുന്നടാ. എനിക്കും വരുന്നുണ്ട്. അയ്യോ ചോര. നിങ്ങൾ എവിടെയാ? ഇനി എത്ര നേരടാ വെയിറ്റ് ചെയ്യുന്നത്? എടാ ആ പെണ്ണ് മായ എങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു. പുറത്തേക്ക് വിട്. അകത്താരുമില്ല. അകത്താരുമില്ല. ഞാൻ കണ്ടതാ. അകത്താരും ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇവിടെ നോക്കിയാട്ടെ, ആ പേരിലുള്ള ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കുന്നേ. ചേട്ടാ നാടൻ കളിക്കണോ? ഓൾറെഡി ഒന്ന് കൈയെടുത്തില്ലെങ്കിലും ഉണ്ടല്ലോ, നിന്റെ അച്ഛൻ്റെ ചെതിവരുക്ക നിനക്ക് കൈകൾ ബാക്കിയുണ്ടാവത്തില്ല. അകത്താരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ അങ്ങോട്ട് പോകുന്നത് എവിടേക്കാ പോകുന്നത്? ഇവളവിടെ പോയി. അയ്യോ അയ്യോ കണ്ടു തോന്നുന്നു. ഈ ബാഗ് ആരുടെ? അത് ഇവന്റെ. അതെന്റെയാ. ഇതെന്താ? ബ്രാ. ആ അത് രാത്രി തണുത്തു കഴിഞ്ഞാൽ പുതയ്ക്കാൻ വേണ്ടിയാ. ഇന്ന് തണുപ്പുണ്ടായില്ല. അതെനിക്ക് ഡോക്ടർ എന്നതാ. ഡെയിലി എടുത്ത് തേച്ച വെളുക്കെന്ന് പറഞ്ഞു. നാടൻ കളിക്കാണോ? 1 മണിക്കൂറിനുള്ളിൽ എന്താ ചെയ്യുന്നെന്ന് കാണ്. ലൂസാണെന്ന് തോന്നുന്നു. എടാ ഇതിനു മുന്നേ ഒരു പെണ്ണ് വന്നില്ലേ? അവള് കഴുത്തറത്ത് ചത്തുപോയടാ. ആ ഉള്ള ലഹരിയൊക്കെ വലിച്ച് കയറ്റിയിട്ട് നീ. എടാ ഞാൻ പിന്നെ വന്ന് നോക്കുമ്പോ ആ പെണ്ണിവിടെ ഇല്ല. പെണ്ണ് വന്ന സത്യമല്ലേ? ബാഗ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അതവൻ എടുത്തിട്ട് പോയില്ലേ? ആ അതെ. അപ്പൊ ആ പെണ്ണവിടെ പോയി. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്തായാലും കുറച്ച് സമയം വേണം. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. അതുവരെ രണ്ടുപേരും ഇവിടുന്ന് അനങ്ങാൻ പാടില്ല. ഇവിടെ ഇരുന്നോണം. തീ ഇങ്ങനെയാണ് കായേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെയല്ല. Hands up, everybody, hands up. Hey, hands up, everybody, hands up. നിങ്ങൾക്ക് എങ്ങനെയാട്ടാ ഇത്രക്ക് ധൈര്യം? ഞങ്ങൾ രണ്ടുപേരുണ്ടായിട്ട് കൂടി. നിങ്ങളെ പോലുള്ള 100 ആൾക്കാരെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഇത്. നിങ്ങൾ സാധാരണക്കാരനല്ല കേട്ടോ. നിങ്ങൾ എന്തിനാ സത്യത്തിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നിങ്ങൾ ആരാ? നിങ്ങൾ എന്തായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? എടാ മണ്ടന്മാരെ, എൻ്റെ അടുത്ത് എൻ്റെ 2 ഫ്രണ്ട്സ് ഒരു നല്ല ബിസിനസിന്റെ കാര്യം പറഞ്ഞിട്ട് 100ന് അതിന്റെ ഇരട്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം ചെലവാക്കിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. കുറച്ച് ദൂരം വന്നതിന് ശേഷം അവിടെ നിർത്തിയിട്ട് എന്നെ ഇറക്കി അവർ പോവുകയും ചെയ്തു. എൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഭ്രാന്തനെ പോലെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ. നിങ്ങൾ ഈ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞിട്ട് എന്താ തേടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. എന്താ സാധനം? എനിക്കൊരു താക്കോല് കിട്ടിയിട്ടുണ്ട്. ആ ആ താക്കോലിന്റെ കാർ എവിടെയാണെന്ന് ആ കാർ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ഓ, കാട്ടിന്ന് ഒരു ചാവി കിട്ടിയിട്ട് ആ ചാവി ഉപയോഗിച്ചിട്ട് വേണം കാറ് കണ്ടുപിടിക്കാനല്ലേ? കിട്ടിയ പോലെ തന്നെ കേട്ടോ. പിന്നെ അടിച്ചു. നമ്മളെ കൊന്നു കളയുന്നാ തോന്നുന്നേ. കിട്ടില്ല ഗ്യാരണ്ടി പറയാ? താക്കോല് കിട്ടിയ നിനക്കല്ലേ, ഞാൻ എങ്ങനെയാടാ ഗ്യാരണ്ടി തരിക? എന്നാ പിന്നെ മിണ്ടാതിരിക്കും. ശരി, അത് വിട്ടേക്ക്. ആദ്യം നിന്റെ ഫ്രണ്ട്സ് എന്താ ചെയ്തെന്ന് പറ. അവന്മാരെന്നെ ഒറ്റയ്ക്ക് ഈ കാട്ടിൽ വിട്ടു. നല്ല കാര്യം വിട്ടുപോ. അവര് മുങ്ങി. എനിക്ക് കിട്ടിയ ഒരേ ഒരു ചാൻസ് എന്താന്ന് വെച്ചാ ആ താക്കോല് വെച്ചിട്ട് വേണം ആ കാർ കണ്ടുപിടിക്കാൻ. എറണാകുളത്ത് പോയി ട്രാവൽസ് നിർത്തി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്.
എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ പറ്റിച്ചല്ലേ ബോസ്? അവരെന്നെ പറ്റിച്ചിട്ടില്ല, ഞാനാണ് പറ്റിക്കപ്പെട്ടത്. 100ന് ഇരട്ടി കിട്ടുമെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് പറ്റിക്കപ്പെട്ടത് ഞാൻ തന്നെ. എന്നെ പറ്റിക്കണം എന്ന് അവര് നേരത്തെ വിചാരിച്ചിരുന്ന. പറ്റിക്കപ്പെടാൻ ഞാൻ നിന്നു കൊടുത്ത. അവരെന്നെ പറ്റിച്ചല്ല, ഞാൻ തന്നെ പറ്റിക്കപ്പെട്ടതാ. തെറ്റൊക്കെ എന്റെയാ. സാരില്ല, അതൊക്കെ പോട്ടെ. ആ കാർ അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് സഹായിക്കൂ. ചെയ്യോ? Hands up, everybody, hands up. Hey, hands up, everybody, hands up. നിങ്ങൾ എന്നെ സഹായിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അത് ഞങ്ങൾ ചെയ്യില്ല. ഈ കാട്ടിൽ കൂടെ ആരും നോക്കാനാ? ഇപ്പോഴല്ലേ സഹായിക്കാന്ന് പറഞ്ഞത്? ഞാൻ ചെയ്യില്ല. എന്ത് ചെയ്യും? നീ സഹായിക്കില്ല. നീ ഇങ്ങോട്ട് വാടാ, അവൻ സംസാരിക്കുമ്പോ തന്നെ തല്ലിക്കൊണ്ടിരിക്കും. ഓടാ കാട്ടുവാസികളെ. ഈ തണ്ടിയുടെ കൂടെ നടന്നാ നമുക്കെന്ത് കിട്ടാനാ? വാടാ, നമുക്ക് പോടാ, വാ. നിന്നെയൊക്കെ കാണിച്ചു തരടാ. ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ നിക്കടാ. ദാ വാടാ, അവൻ കല്ലെടുക്കാൻ പോവാ. നിക്കവിടെ. ദേ, നീ വാടാ. Hands up, everybody, ഓടാ. hands up. Hey, hands up, everybody, hands up. Hands up, everybody, hands up. Hey, hands up, everybody, hands up. എടാ നീ എവിടെ പോവാ? എടാ കണ്ണാടി നോക്കാൻ വേണ്ടി കയറി വന്നവരുണ്ടല്ലോ. മിണ്ടാതിരുന്ന പോരായിരുന്നു. അവൻ എന്താ ചെയ്യുന്നത് നോക്ക്. എനിക്ക് ആവശ്യമുള്ളൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അത് സാധനമല്ല, പെണ്ണാ. എന്താടാ? വെട്ടികളി ഞാൻ. ഞാൻ വീണ്ടും വരും കേട്ടോ. എടാ ഒരു കാര്യമില്ലാതെ അടിക്കുന്നുണ്ടല്ലടാ. നിന്നെ കടിക്കാൻ റീസന്റെ ആവശ്യമുണ്ടോ? ഇനിയും വരാന്നല്ല പറഞ്ഞേ. അപ്പൊ ചോദിക്ക്. ഈ രാജു ഇത് എവിടെ പോയി കിടക്ക? ഡാ പെട്ടെന്ന് റെഡി ആയിക്കോ, വേഗം പോണം. Hands up, everybody, hands up. Hey, hands up, everybody, hands up. ഈ തല്ലി പൊളിച്ചടക്ക്. അയ്യോ. ഹലോ ആന്റി. ഹലോ, നീ എവിടെയാ മോനെ? റൂമിൽ ആന്റി. എന്തേ? എന്താന്നോ? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാനോ നീയോ? ഞാനാ ആന്റി. ഞാനെന്നാ രാവിലെ വിളിക്കാം. ശരി ശരി, നാളെ നിന്റെ ചേട്ടൻ എറണാകുളത്തേക്ക് എത്തും. ഉച്ചയ്ക്ക് ശേഷം അവൻ നിന്നെ കാണാനും എത്തും. ഞാൻ നാളെ പ്രോജക്റ്റിന്റെ ആവശ്യമായിട്ട് പുറത്തേക്ക് പോകാം ആന്റി. ഡാ, എന്നോടെങ്കിലും സത്യം പറയടാ, ഏത് പ്രൊജക്ട്? പ്രോജക്റ്റ് മരകതം. എന്നുവെച്ചാ? പ്രോജക്റ്റ് മാർക്കറ്റിംഗ്. എന്തെങ്കിലും പറഞ്ഞ് തടുക്ക ആന്റി. ശരി, ഞാൻ പറഞ്ഞു നോക്കാം. താങ്ക് യു ആന്റി. ശരി, വെക്കുവാണ്. ബൈ. വെക്കാം. ബൈ. പോവാം. എടാ ആന്ധ്രയ്ക്ക് പോയാലോ? വേണ്ട വേണ്ട, ചെക്ക് പോസ്റ്റിൽ പണിയാ. കർണാടക ഹൈവേയിൽ പോവാം. ഞാൻ പറയുന്ന റൂട്ടിൽ പോയാൽ മതി. എടാ നീ എന്താ പറയുന്നത്? വാ അടച്ചിട്ട് അവൻ പറയുന്നത് പോലെ കേക്ക്. ശരി. 93 FM നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂ. ഈ സിനിമയിൽ നിന്നും പാട്ടുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നവർ നവീൻ, പ്രഭു, ഈശ്വർ, സരയു. ആ പടത്തിൽ പാട്ടില്ലാത്തത് കൊണ്ട് തിരയാൻ വേണ്ടി ഒരു 5 മിനിറ്റ് എടുക്കുന്നത് കൊണ്ടും ഒരു 5 മിനിറ്റ് നിങ്ങൾ റിലാക്സ് ചെയ്യൂ. താങ്ക് യു. നീ വണ്ടി എടുത്തപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ. എടാ നീ ഒച്ച വെക്കാൻ ഇത്ര നേരം നന്നായിട്ടല്ല ഓടിയത്. വാ ഇറങ്ങ്, നീ എന്താ സംഭവിക്കുന്നത് നോക്കാം. വാ. അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ഇറങ്ങി നോക്കാം. പാ ഇറങ്ങ്. അവന്റെ ഇത് എത്ര നല്ല വണ്ടിയാണോ? ബേസ് ഫെലോ.
എന്തോ മിസ്സായതാ. എൻജിൻ പ്രശ്നം. എടാ ഒരു തവണ സ്റ്റോപ്പ് ആയ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവില്ല. എടാ ഇത് എന്റെ വണ്ടിയിൽ എനിക്കറിയാം. ഏതെങ്കിലും ഒരു വണ്ടി വരുന്നവർ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങോട്ട് മാറി ഏയ്, നിങ്ങളുടെ വണ്ടിക്ക് എന്ത് പറ്റി? അത് എഞ്ചിൻ പോയതാ ചേട്ടാ. എന്റെ കയ്യിൽ താക്കോലുണ്ട്, അത് വെച്ച് നോക്കിയാലോ? ഇറക്കിയോ? ആ. അത് വെച്ച് ഈ കറങ്ങലടാ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോടാ. ഏയ് പോടാ. മണ്ടന്മാര്. ഇവനാരാ? എടാ നിന്റെ പ്രേതത്തിന്റെ ബോയ് ഫ്രണ്ടാന്ന് തോന്നുന്നേ. ദാ ആ അവിടെ ദൂരെ ഒരു വീടെന്തോ കാണുന്നില്ലേ? വാ, അവിടെ നിന്ന് പോയി നോക്കിയാലോ? അതേടാ. എടാ അതൊരു പ്രേതത്തിന്റെ വീട് പോലെ ഉണ്ട്. വാ ഹൈ, നോക്കാം. അങ്ങനെയാണെ കുഴപ്പമില്ല. വാ. ആഫ്റ്റർ ലോങ് ടൈം കച്ചമുച്ച കച്ചമുച്ച. Hands up, everybody, hands up. Hey, hands up, everybody, hands up. Hands up, everybody, hands up. എന്താ? അല്ല, അത് കാർ റിപ്പയർ ആയി പോയി. എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നത്. ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, ഇത് കാടാ. ഈ സമയത്ത് വന്ന് ചോദിച്ചാ എങ്ങനെയാ? ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ടാ. എപ്പോ പോവിടുന്നു? രാവിലെ തന്നെ പോവും. ഈ വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ. ഓ അപ്പൊ സൂപ്പർ. ഡാ, മുഴുവൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ലേ? എടാ നീ ഒന്ന് ചുമ്മാ ഇരിക്കടാ. നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല സാർ. ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല സാർ. എനിക്കും നിങ്ങൾക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും ചെയ്താ കൊന്നുകളയും, സൂക്ഷിച്ചോ. കുത്താൻ പോവാണോ? എന്താ? ഒന്നുമില്ല സാർ, കുഴപ്പമില്ലെന്ന് പറഞ്ഞ. ആ, അകത്തേക്ക് വാ. ഞങ്ങൾ പോയിട്ട് ലഗേജ് എടുത്തിട്ട് വരാം സാർ. എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് വന്നോ. പോയിട്ട് പെട്ടെന്ന് വരാം സാർ. എടാ നമുക്ക് ഒരു പോടാ. മിനിറ്റ്. ഡാ, ഇതെന്താണ് സംഭവിച്ച വണ്ടിക്ക്? എടാ എന്റെ വണ്ടിയാടാ, എന്റെ കാറാടാ. എടാ ഡാ, എടാ എന്താണ് ഇത്? ഇതെന്തുവാടാ? ലഗേജ് ഒന്നും ഇല്ലല്ലോ. എടാ ഇതിലൊന്നും കാണാനില്ലല്ലോ. ഇതാരെങ്ങനെ? എടാ പേഴ്സ് പോലും കാണുന്നില്ലല്ലോ. എടാ ഇതാരാ ചെയ്തേ? അതാരാ? ഞാൻ തെറ്റ് ചെയ്തു. എന്റെ ഒരു തെറ്റ് പറ്റിപ്പോയി. എടാ ഹര ഹര മഹാദേവ ശംഭോ ശംഭോ. അയ്യോ, മരിച്ചു പോയടാ. എടാ വാടാ, ഇവിടെ നിൽക്കണ്ട. വാ പോ. എടാ ഡോർ അടക്കടാ. വാ വാ. ഡാ, വാടാ. എടാ ഒന്ന് വാടാ. കാണാതെ വാ. ഒന്ന് വാടാ. വേഗം പോ. എടാ, പേടിയാവുന്നെടാ. വാ. എന്തു പറ്റി? എന്തോ ഒരു വെടിവെച്ച ഞാൻ കേട്ടല്ലോ. അത് കേട്ടിട്ടാ സാർ ഞങ്ങൾ പേടിച്ച് ഓടി വന്നത്. ശരി, നിങ്ങൾ അകത്തേക്ക് കയറിക്കോളൂ. ഞാൻ പുറത്തേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ആ, ഇരുട്ടാണ്, അതും കാട് ഈ സമയത്ത്. അത് രണ്ടും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സ്ഥലത്ത് വന്നിട്ട് എന്നെ ഉപദേശിക്കാൻ നിൽക്കട്ട, അത് പ്രശ്നമാവും. എടാ അയാൾക്ക് പ്രശ്നമില്ല, പിന്നെ നിനക്കെന്താ പ്രശ്നം? എനിക്കല്ല, നിങ്ങൾക്ക്. സൂക്ഷിച്ചോ. ശരി സാർ. അകത്തേ പോ. ഓക്കെ ശരി. വാടാ. പോ.
പോവാ അവിടുന്ന്. എടാ എങ്ങോട്ടാടാ? ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്യാനെന്തുവാ, ഞങ്ങൾ പോകുന്നു. വാടാ. എടാ ഡാ, എന്താണ് എന്താ അവിടെ അവിടെ നടക്കുന്നത്? നടക്കുന്നെ? നിങ്ങള് നിന്നെയൊക്കെ ഞാനുണ്ടല്ലോ. ആക്ച്വലി എന്താ സംഭവിക്കുന്നത് സാർ? നീ ഒന്ന് ക്ഷമിക്കും മോനെ. എങ്ങനെയാ പിടിക്കപ്പെട്ടത്? ഇവരെന്നെ വന്ന് പുലിമടയിൽ കയറിയതാ. അപ്പൊ നീ പുലിയും ഞങ്ങളെന്താ എരുമയാണോ? ആ, മുണ്ടിന്റെ കെട്ടയക്കടാ. ഉം. എന്താടാ രാജ്, ഇത്ര എളുപ്പത്തിൽ കോടിക്കണക്കിന് പണം വരുമ്പോ നിനക്ക് നല്ല കാലം തെളിഞ്ഞു എന്ന് നീ കരുതിയല്ലേ? സാർ സാർ നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും അറിയാൻ പാടില്ലെന്നല്ലേ നീ പറഞ്ഞിരുന്നേ? നീ സംസാരിക്കുമോ അതോ ഞാൻ സംസാരിക്കണോ? ആ. സാറ് സംസാരിച്ചോ? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് സാർ. സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാനും അത് തന്നെയാ ചോദിക്കുന്നേ. മനോഹർ അറിയുമോ? മനോഹറിന്റെ ക്ലയന്റ് ആണ് സാർ, അത്രേ ഉള്ളൂ. നേരത്തെ നീ മനോഹറിനെ കണ്ടിരുന്നു, കൊറിയറും കൊടുത്തിരുന്നു. അവൻ നിനക്ക് എന്താ തന്നത്? ഒന്നും തന്നില്ല സാർ, ആകെ ഡെലിവറി ചാർജ് മാത്രമേ തന്നുള്ളൂ. അവൻ വെറും ഡെലിവറി ചാർജ് മാത്രമാണ് തന്നിരുന്നെങ്കിൽ അവന്റെ ജീവൻ ഒരിക്കലും പോവില്ലായിരുന്നു. അവൻ മരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി സാർ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി എൻക്വയറി ചോദിച്ചാലോ സാർ? അതെല്ലാം പോട്ടെ, അവൻ നിനക്ക് തന്ന ഐറ്റം നീ എനിക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഹാപ്പി ആയിട്ട് പുറത്തു പോവാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, മനോഹർ എനിക്കൊന്നും തന്നില്ല സാർ. പ്ലീസ് സാർ, എന്നൊന്ന് വിശ്വസിക്കേ. ഡാ ഇങ്ങനെയൊന്നും ചോദിച്ച് ഇവർ പറയില്ല. ഡാ ആ കട്ടിംഗ് പ്ലെയർ എന്ന സാധനമില്ലേ, നീ അതൊന്ന് എടുത്തിട്ട് വന്നേ. സാർ സാർ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ് സാർ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല സാർ. സാർ പ്ലീസ് സാർ, വേണ്ട സാർ. മോനെ യാത്രയാ, കത്തി എടുത്തിട്ട് നിന്റെ ടാലന്റ് അവനൊന്ന് കാണിച്ചു കൊടുത്തേ. സാർ 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 വേണ്ട സാർ. സാർ പ്ലീസ് സാർ. സാർ പറയുന്നത് കേൾക്ക് സാർ. അപ്പൊ പറ. സാർ എനിക്കൊരു 10 മിനിറ്റ് സമയം വേണം സാർ. ഞാൻ എടുത്തിട്ട് വരാം. ഡാ, നിന്റെ അടുത്ത് ഇല്ലാത്തതിന് എന്തിനാ സമ്മതിക്കുന്നേ? നീ മിണ്ടായിരിക്കടാ. നീ പോടാ പോടാ പോ. ഡാ, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നില്ലേ? ഇനി ദൈവത്തോർത്ത് ഞങ്ങളെ വിട് സാർ. ആ, നിന്നെ മാത്രല്ലടാ, നിങ്ങളുടെ 3 പേരെയും വിടാലോ. എടാ ജുബിനോ, മേലെ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, അതെടുത്ത് വന്ന് 3 പേരുടെയും തലയിൽ ഓട്ടയിട്. പഴയതെല്ലാം മറന്നു പോയിക്കോളൂ.
പോയി എടുത്തോണ്ട് പോവാ. എന്താ ചിന്തിക്കുന്നേ? എടാ രാജു, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണോടാ. നീ കേൾക്കുന്നില്ലേ? എടാ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ഡിസിഷൻ എടുക്കടാ. നിന്നോടാടാ പറയുന്നേ. കാറ് Hands up, everybody, hands up. Hey, hands up, everybody, hands up. ഒറ്റ പ്രാവശ്യം. ദൈവമേ, ഒറ്റ പ്രാവശ്യം. കൊല്ലോ അവന്മാര് വിടില്ല. ഒരു തവണയെങ്കിലും ആന്റിയോട് സംസാരിക്കണം. ഇവൻ എന്താ ഈ സമയത്ത്? ഹലോ ഹലോ ആന്റി. എന്താടാ ഈ സമയത്ത് വിളിക്കുന്നത്? അതൊന്നുമില്ല ആന്റി. ഇത്രയും നാള് എന്നെ സ്വന്തം മകനെ പോലെ നോക്കിയതിന് താങ്ക്സ് ആന്റി. എന്താടാ മോനെ ഈ പാതിരാത്രിയില് പിച്ചും പെയ്യും പോലെ ഓരോന്ന് വിളിച്ചു പറയുന്നത്? അതൊന്നുമില്ല ആന്റി. പിച്ചക്കാരൻ എന്നൊരു പടം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതാ ആന്റിയെ ഓർമ്മ വന്നത്. അത്രേ ഉള്ളൂ. പോടാ മരമണ്ട. നീ ഒന്നിനെ കുറിച്ച് ആലോചിക്കാതെ നന്നായിട്ട് കിടന്നുറങ്ങ് കേട്ടോ? ശരി ആന്റി. ശരി മോനെ, വെക്കുവാണേ. ശരി ആന്റി. ഇവൻ എന്താ പറ്റിയേ?
ഈ സമയത്തൊരു കോള്. രാജു രാജു കൈ പിടിക്കും. എന്നെ കൊണ്ട് പറ്റില്ല. വയ്യടാ. എന്നെ കൊണ്ട് ഇനി ഓടാൻ പറ്റില്ല. ഏയ് ലാ 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 ലാ. വാ വാ വാ. Come on, come on. ഈ സമയത്ത് ഈ ക്യാപ്പിന്റെ ആവശ്യമുണ്ടോ? വെച്ചോ വെച്ചോ. ഇവൻ എന്തേ കാണിക്കുന്നു? ഓക്കെ, ഇനി തൊപ്പിയോ? മയക്കുമരുന്നല്ലേ? ഏത് മയക്കുമരുന്ന്? നല്ല ബോഡി സ്പ്രേയാ. ഓ അതാണോ? ഞാൻ വിചാരിച്ചു മയക്കുമരുന്നാണ്. കൊടും കള്ള കള്ള കൊടും കള്ള ദൂരെ ദൂരെ പാറിപ്പോ തിരിഞ്ഞു നോക്കാൻ നിൽക്കണ്ട. ഹേ ദൂരെ ദൂരെ പാറിപ്പോ തിരിഞ്ഞു നോക്കാൻ നിൽക്കണ്ട. നിന്നോടൊപ്പം കൂടെയുണ്ട്, വേഗം വേഗം പാറിക്കോ. പഠിച്ചു നിൽക്കാതെ നീ തിരിഞ്ഞു നിൽക്കാതോടിക്കോ. അതും ഇതും ഓർക്കാതെ നീ പാറി പാറി പൊക്കോളൂ. ദൂരെ ദൂരെ പാറിപ്പോ 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 പാറിപ്പോ. മുന്നോട്ടേക്ക് കുതിച്ചു പോ. ചടിപ്പോ 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 ചടിപ്പോ. നീ കണ്ടോ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും രക്ഷകനോ. നീ തേടും അധികാരത്തിൽ ചുവന്ന
ചെയ്യും രക്ഷകനോ നീ തേടും അധികാരത്തിൽ ചുവന്ന പൂക്കൾ നിന്റെയോ നിറഞ്ഞതോ പൊഴിഞ്ഞതോ അകന്നതോ രക്ഷകനോ ജനങ്ങളെ അധികാരത്തിൽ വിടുപ്പ് കാട്ടും അടിമകളോ ദൂരെ ദൂരെ പാറിപ്പോ പാറിപ്പോ മുന്നോട്ടേക്ക് കുതിച്ചു പോ പാറിപ്പോ പാറിപ്പോ നീ വേഗം തടകുടഞ്ഞ് നീ പുറപ്പെടില്ലേ മനസ്സ് തൊട്ട് നീ ജ്വലിക്കും നേരം വന്നോ ഈ ചന്ദ്ര പാറിപ്പോ പാറിപ്പോ നീ വേഗം തടകുടഞ്ഞ് നീ പുറപ്പെടില്ലേ മനസ്സ് തൊട്ട് നീ ജ്വലിക്കും നേരം വന്നോ ഈ ചന്ദ്ര നീ തേടും വഴികൾക്കെല്ലാം ആരോ തന്നു അംഗബലം അവസരമായി വന്നുകൂടെ എന്നോടൊപ്പം സുരക്ഷിതം നീ തേടും വഴികൾക്കെല്ലാം ആരോ തന്നു അംഗബലം അവസരമായി വന്നുകൂടെ എന്നോടൊപ്പം സുരക്ഷിതം വന്നോ വന്നോ കൂടെ നിന്നോ ചാലഞ്ചാണ് പിൻബലം ആ ഒരു കൈ നോക്കാം എന്നോടൊപ്പം താളം തുള്ളും മദ്ദളം ദൂരെ ദൂരെ പാറിപ്പോ തിരിഞ്ഞു നോക്കാതോടിപ്പോ ദൂരെ ദൂരെ പാറിപ്പോ തിരിഞ്ഞു നോക്കാൻ അകന്നു പോ ഛേ. ഇനി എന്താണ് ചെയ്യാ? എടാ ഒച്ച വെക്കണം. ഐറ്റം കയ്യിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലേ? ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെന്നേ. എന്നാന്നേ എന്താണ് എന്തോ എടുക്കുന്നുണ്ടല്ലോ. അത്രയും പ്രശ്നത്തിന്റെ ഇടയിൽ ഇതെങ്ങനെയാണ് അടിച്ചോണ്ട് വന്നേ? ഇപ്പൊ എന്ത് ചെയ്യാ സാർ? ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെ തീർക്കാം സാർ? പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മളെയൊക്കെ കുഴിച്ചു മൂടുന്നാടാ നല്ലത്. ആഞ്ജനേയ, കാർത്തിക്, എന്താണ് അവിടെ സംഭവിച്ചേ? ഞാൻ മനോഹറിന് പാഴ്സൽ കൊടുക്കാൻ പോയ സമയത്തെ മനോഹർ എന്താ പറഞ്ഞത്? രാജു വളരെ കഷ്ടപ്പെട്ട് കാലിൽ വീണിട്ട് ഒരു ഡീല് ശരിയാക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് തീർന്ന സമയത്ത് ഒരു മീഡിയേറ്റർ പെട്ടെന്ന് തന്നെ ഓരോരോ മീഡിയേറ്ററും കാണാണ്ടാവുക. നീ ഇതൊക്കെ എന്നോട് എന്തിനാണ് പറയുന്നത്? 1000 കോടിയാ വേണ്ടേ? 1000 കോടിയോ? ആ വേണോ? തൊണ്ട പറ്റി പോകുന്നല്ലോടാ. 1000 കോടിക്ക് വേണ്ടി ചിലര് ജീവൻ തന്നെ കൊടുക്കും. ബ്രോ ബ്രോ, നാളെ വൈകുന്നേരം വരെ എന്നെ കണ്ടില്ലെങ്കിൽ 1000 കോടി നിനക്ക് തന്നെയാ. ഞാൻ വരുവാണെങ്കിൽ എനിക്ക് തന്നാ മതി. ബ്രോ, നാളെ വൈകുന്നേരത്തോടെ എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ മരിച്ചെന്ന് കൂട്ടിക്കോ.
നീ എന്നിട്ട് ചാവുന്ന കാര്യം പറ. ലക്ഷ്മി ദേവി ഒരു പ്രാവശ്യം മാത്രമേ കഥ തുറക്കത്തുള്ളൂ, അത് നീ കളയലടാ. ഇതാ. പിടിക്ക്. ഇതിലുള്ള റെക്കോർഡിംഗ് ഒന്ന് കേട്ടു നോക്ക്, നിനക്ക് കാര്യം മനസ്സിലാവും. പടോ ശ്രദ്ധിച്ച്, നീ നാളെ തൊട്ട് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. ആ നീ പോയിക്കോ. നാളെ വൈകുന്നേരത്തോടെ എന്നെ കണ്ടില്ലെങ്കിൽ 1000 കോടി നിനക്ക് എന്നെ കൂട്ടിക്കോ, അല്ലെങ്കിൽ എനിക്ക്. പോയിക്കോ പോയിക്കോ. ആ പോ, പോടാ. ആ കൊറിയർ കൊണ്ടുവന്നവനില്ലേ, നമ്മുടെ റൂമിലേക്ക് എന്തിനാ വന്നേന്നറിയോ? ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യ്. കൊറിയർ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ നിനക്ക് തന്ന ഓഡിയോ ഡിവൈസ് കട്ടിലിന്റെ ചുവട്ടിൽ വെക്ക്. കൃത്യം 24 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോയി അത് തിരിച്ചെടുത്തോണ്ട് വാ. അതെടുത്തു വന്നതിന് ശേഷം ആർത്രയുടെ കയ്യിൽ കൊടുത്തേക്ക്. പോ. അതേട്ടാ, രാജുവേട്ടൻ തന്നെ വന്നിരിക്കുന്നത്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ തരുമോ കുടിക്കാൻ? എടാ നീ ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് ഇത് നിന്റെ റൂം പോലെ വിചാരിച്ചാൽ മതി. അതിനു മുന്നേ ഉള്ളിൽ നിന്ന് ഭയങ്കരമായ ശബ്ദത്തിൽ ഞാൻ റൂമിലുണ്ടാവുന്ന ആ കൊറിയർ കൊണ്ടുവന്ന് തീരെ എക്സ്പെക്ട് ചെയ്തില്ല. ആ റെക്കോർഡറാണെങ്കിൽ ആദ്യത്തെ ദിവസം നിന്നെ കാണാതെ പോയി. സാർ, നിങ്ങൾക്ക് തന്ന കൊറിയർ ഞാൻ അഡ്രസ് ചെയ്യാൻ തന്നെ. സാർ, നിങ്ങൾ വളരെ നല്ലവനാ കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഒന്നിച്ചു തരാൻ വേണ്ടി ഞാൻ ദൈവത്തോട് തീർച്ചയായും പ്രാർത്ഥിക്കും കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പോവാൻ നോക്കി. ആ റെക്കോർഡർ എടുത്തുകൊണ്ട് കൊടുക്കാത്തതുകൊണ്ട് അവന്മാരെ കൊറിയർ പയ്യൻ എന്താ ചെയ്തെന്നറിയോ? സാർ 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 അടിക്കല്ലേ സാർ. സാർ മനോഹർ എലിയാസ് കൈലാഷ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച സാധനത്തിന് വേണ്ടി എത്ര പേരാണ് പുറകെ വന്നതെന്നറിയോ നിനക്ക്? നിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എവിടെ? ഏയ്, ഞാൻ തന്നെ ഇങ്ങോട്ട് എത്തിയല്ലോ. പിന്നെന്തിനാ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്? ഇനി റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. എന്റെ ക്ഷമയൊക്കെ നശിച്ചു പോയടാ. ശരിക്കും ചാവേണ്ടത് എന്റെ പേഷ്യൻസാ. എടി എത്ര നേരമായി? എന്താ സ്മെല്ല് വരുന്നില്ലല്ലോ? ഇപ്പൊ വന്നേ. അയ്യോ ചോര. അവള് നമ്മളെ പറ്റിക്കാന്ന് വിചാരിച്ചാ? മായ എങ്ങോട്ട് വന്നത് ഞാൻ കണ്ടു. അവളെ പുറത്തേക്ക് വിട്. അകത്താരുമില്ല. എന്താടാ നാടകം കളിക്കണോ? അവൻ നമ്മുടെ അടുത്ത് ബഹളം ഉണ്ടാക്കിയ സമയത്ത് ആ പെണ്ണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. അവൻ ഏൽപ്പിച്ച സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് കരുതിയ സുബിൻ, ആത്രേയ, പിന്നെ ആ പെണ്ണ്, ഇവരെല്ലാം നമ്മുടെ പുറകെ വന്നത്. ഇതെന്താ ഇത്? ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ വീണ്ടും വരും. എടാ എവിടേക്കാണ് നീ പോയേ? അല്ല ഇവനാരാ? കണ്ണാടിയിൽ നോക്കാൻ വേണ്ടി വന്നാണോ അവിടെ? എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്, അതാ ഞാൻ നോക്കുന്നത്. സാധനമില്ല പെണ്ണാ. എന്താടാ? കോൾ എടുത്ത് ആൻസർ ചെയ്യ സാർ. ഡാ, നീ വായടക്കടാ. എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. കാല് തൊട്ട് തലവരെ ഞാൻ വെട്ടിക്കളയും കേട്ടോ. അവരോടുള്ള ദേഷ്യം ഞങ്ങളോട് എന്തിനാ സാറേ കാണിക്കുന്നത്? രണ്ടുപേരും ഞാൻ തീർത്തുകളയോടാ, മനസ്സിലാടാ നിങ്ങൾക്ക്?
ഫോൺ എടുത്തിട്ട് സംസാരിക്കും സാറേ. ഫോൺ എടുത്തിട്ട് ഞാൻ എന്ത് പറയാനാ? അവരെ കൈ കിട്ടുന്നവരെ ഞാൻ ഫോൺ എടുക്കൂല. മനോഹർ എൻ്റെ അടുത്ത് മൊത്തം 1000 കോടിയാ. കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള ഒരു കാട്ടിനകത്താടാ അതിരിക്കുന്നേ. ഒരു ചുവപ്പ് കളർ കാറിലാടാ. നീ പോയിക്കോ. മനോഹർ എലിയാസ് കൈലാഷ് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നറിയാൻ വേണ്ടി ഞാൻ 2 ദിവസം അവിടെ മുഴുവൻ ചുറ്റി നടന്നു. എനിക്ക് മനസ്സിലായ സത്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആ കാട്ടിക്കിടക്കുന്ന ഒരു കാറിനകത്ത് 800 കോടി മതിപ്പുള്ള ഡയമണ്ട്സ് ആണുള്ളത്. പിന്നെ വിഗ്രഹങ്ങൾ. ഇതെല്ലാം ഓൾറെഡി ആ കാറിനകത്തുണ്ട്. സാധനങ്ങളൊക്കെ എവിടെയുള്ള സാറേ? സാധനങ്ങളൊക്കെ ആ കാറിൽ തന്നെടാ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ. വാ പോവാ. എടാ അത്രയ്ക്ക് പോലെ. വേണ്ട വേണ്ട, ചെക്ക് പോസ്റ്റിൽ പണി കിട്ടും. കർണാടക ഹൈവേയിൽ പോയിക്കും. പക്ഷേ ഞാൻ ആരുടെ കയ്യിലാണോ ആ സാധനം ഏൽപ്പിച്ചത്, അവൻ എൻ്റെ കയ്യിൽ തന്നെ സാധനം തിരിച്ചു വന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് സൂയിസൈഡ് ചെയ്തൊന്നുമല്ല, സൂയിസൈഡ് ചെയ്യുന്നത് പോലെ അഭിനയിക്കായിരുന്നു. കാരണം അവന് നല്ല ടോർച്ചർ കിട്ടിയായിരുന്നു. ഡാ, അവിടെ ദൂരെ എന്തോ വീട് പോലെ എന്തോ കാണുന്നില്ലേ? അബദ്ധത്തിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്നറിയാം. ആ രാത്രിയിൽ ആ കണ്ട വീട്ടിലോട്ട് കയറി ചെന്നതാണ്. ജീവൻ ബാക്കി കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ട് ആ വീട്ടിൽ നമ്മൾ രക്ഷപ്പെട്ടത്. നമ്മുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞതിന് ശേഷം, അതും ആ കാറ് കണ്ടതിന് ശേഷം, നേരിട്ട് ലക്ഷ്മി ദേവി നമ്മുടെ മുമ്പിൽ വന്നിട്ട് എന്നെ കൈനീട്ടി വിളിച്ച പോലെ ഉണ്ടായിരുന്നു. അയ്യോ, നീ ഒരു വഴി കാണിച്ചു. വാ വാ, കമാൺ കമാൺ. അപ്പൊ കാറിന്റെ കീ എങ്ങനെയാ സാർ മിസ്സായ? പിന്നെ ഞാനൊന്നും നോക്കില്ല. ആ വണ്ടി എടുത്തിട്ട് ഞാനും വന്നു. ആ കാറിന് 2 കീ ഉണ്ട്. രാത്രി വണ്ടിയിൽ വരുന്ന സമയത്ത് എവിടെയോ ഒരു കീ മിസ്സായി. ഒരുപാട് നേരം ഞാൻ തെരഞ്ഞു, പക്ഷെ കിട്ടിയില്ല. 200. ആ 200 കിട്ടിയിരുന്നെങ്കിൽ ആ 1000 ഡീല് തീർക്കായിരുന്നടാ നമുക്ക്. ആ ഗ്യാപ്പിനുള്ളിൽ ഏതോ ഒരുത്തൻ കയറി കളിച്ചു. ഇപ്പൊ എന്താ ചെയ്യാ സാറേ? ബോസിനോട് എന്താ ഇപ്പൊ പറയാ? ഫോൺ ആൻസർ ചെയ്യ് സാറേ. ഫോൺ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാടാ? അവരെ കിട്ടുന്നവരെ ഞാൻ സംസാരിക്കില്ല. നിങ്ങൾ ആദ്യം പോയി അവരെ അന്വേഷിക്കേ. ഞങ്ങളുടെ ജോലി സാറിനെ സംരക്ഷിക്കുന്നതല്ലേ സാർ? മര്യാദയ്ക്ക് ഫോൺ എടുത്ത് സംസാരിക്കുക സാർ. എന്താ അഞ്ജനയാ നീ ഫോൺ എടുക്കാത്തെ? ഞാനെന്താ കാശ് ചോദിക്കാനാണോ വിളിക്കുന്നത്? കയ്യിൽ കിട്ടിയവനെ വിട്ടിട്ട് നീ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? നിനക്ക് 24 മണിക്കൂർ ഞാൻ സമയം തരാം. അതിനുള്ളിൽ ആ കാർ എൻ്റെ അടുത്ത് വരണം. അല്ലെങ്കിൽ നീ പുറലോകം കാണില്ല. നിന്റെ കൂടെ നിന്റെ വീടിന് മുന്നിലും കണ്ണോട് കൂടി നിൽക്കുന്നത് എൻ്റെ ആൾക്കാരാ. മനസ്സിലായിക്കോ? ഓൺലി ഗോട്ട് ഇറ്റ് വൺ ഡേ, 24 hours. 2 കുട്ടികൾ നിനക്കുള്ള കാര്യം നീ മറന്നു. അപ്പൊ എന്റെ കാർ എനിക്ക് തിരിച്ചു കിട്ടില്ലേ?
ഈ കാർ കൊണ്ടിട്ട് എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ട്രാവൽസ് തുടങ്ങാൻ പോവാ. ഞങ്ങളെ നീ എറണാകുളത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്താലേ ഇതുപോലത്തെ 10 കാർ നിനക്ക് ഞാൻ മേടിച്ചു തരാം. പ്രോമിസ്? പ്രോമിസ്. ഓക്കെ. Come on. കണ്ടില്ലടാ, നമ്മളിപ്പോ കോടീശ്വരന്മാരാ. എന്നാ പോവാം, നമ്മുടെ ലൈഫ് സെറ്റിലായ പോലെ. ഈ യാത്രയാന്ന് പറഞ്ഞവനില്ലേ, ഒരു ദിവസത്തിൽ 4 തവണയെങ്കിലും ആ കാട്ടിൽ തന്നെ ഉണ്ടാവും. എന്നാൽ ബാക്കിയുള്ള സമയത്തോ എറണാകുളത്തായിരിക്കും. അതെങ്ങനെയെന്ന് ആർക്കും അറിയില്ല. സ്വത്തൊരുത്തന്നെ, അനുഭവിക്കുന്നവൻ വേറൊരുത്തൻ. എല്ലാവരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ചെയ്തത് നീ, ചെയ്യിപ്പിച്ചത് ശിവൻ. ശിവന്റെ കളികളാണിതെല്ലാം. എല്ലാം മഹാദേവന്റെ അനുഗ്രഹം. നമുക്ക് വരദാനം നൽകാൻ ഈശ്വരൻ വരും. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. ദൂരെ ദൂരെ പാറിപ്പോ, തിരിഞ്ഞു നോക്കാൻ നിൽക്കണ്ട. ഹേ ദൂരെ ദൂരെ പാറിപ്പോ, തിരിഞ്ഞു നോക്കാൻ നിൽക്കണ്ട. നിന്നോടൊപ്പം കൂടെയുണ്ട്, വേഗം വേഗം പാറിക്കോ. മടിച്ചു നിൽക്കാതെ നീ തിരിഞ്ഞു നിൽക്കാതോടിക്കോ. അതും ഇതും ഓർക്കാതെ നീ പാറി പാറി പൊക്കോളൂ. ദൂരെ ദൂരെ പാറിപ്പോ, പാറിപ്പോ 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 പാറിപ്പോ. മുന്നോട്ടേക്ക് കുതിച്ചു പോ, ചടിപ്പോ 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 ചടിപ്പോ. നീ കണ്ടോ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും രക്ഷകനോ? നീ തേടും അധികാരത്തിൽ ചുവന്ന പൂക്കൾ നിന്നെയോ? നീ കണ്ടോ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യും രക്ഷകനോ? നീ തേടും അധികാരത്തിൽ ചുവന്ന പൂക്കൾ നിന്റെയോ?
നിറഞ്ഞതോ പൊഴിഞ്ഞതോ അകന്നതോ രക്ഷകനോ ജനങ്ങളെ അധികാരത്തിൽ വിഴുപ്പ് കാട്ടും അടിമകളോ ദൂരെ ദൂരെ പാറിപ്പോ പാറിപ്പോ മുന്നോട്ടേക്ക് കുതിച്ചു പോ പാറിപ്പോ പാറിപ്പോ വേഗം നടകുടഞ്ഞ് നീ പുറപ്പെടില്ലേ മനസ്സ് തൊട്ട് നീ ജ്വലിക്കും നേരം വന്നോ നീ ചന്ദ്ര പാറിപ്പോ പാറിപ്പോ വേഗം നടകുടഞ്ഞ് നീ പുറപ്പെടില്ലേ മനസ്സ് തൊട്ട് നീ ജ്വലിക്കും നേരം വന്നോ നീ ചന്ദ്ര നീ തേടും വഴികൾക്കെല്ലാം ആരോ തന്നു അംഗബലം അവസരമായി വന്നുകൂടെ എന്നോടൊപ്പം സുരക്ഷിതം നീ തേടും വഴികൾക്കെല്ലാം ആരോ തന്നു അംഗബലം അവസരമായി വന്നുകൂടെ എന്നോടൊപ്പം സുരക്ഷിതം വന്നോ വന്നോ കൂടെ നിന്നോ ചാലഞ്ചാണോ പിൻബലം ആ ഒരു കൈ നോക്കാം എന്നോടൊപ്പം താളം തുള്ളും മദ്ദളം ദൂരെ ദൂരെ പാറിപ്പോ തിരിഞ്ഞു നോക്കാതോടിപ്പോ ദൂരെ ദൂരെ പാറിപ്പോ തിരിഞ്ഞു നോക്കാൻ അകന്നു പോ